കാലം 1926. ചെങ്ങന്നൂർ പുത്തൻതെരുവാണ് സ്ഥലം. യാക്കോബക്കാരായ തിരുവല്ല കാരയ്ക്കൽ കന്നുതറ മത്തായിച്ചനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്നത് ഇവിടെയാണ്. മത്തായിച്ചനൊരു മകനുണ്ട്, മാത്തുക്കുട്ടി. മാത്തുക്കുട്ടിക്ക് ചില ദിവസങ്ങളായി തൻ്റെ വൃഷണങ്ങളിൽ വേദന തുടങ്ങി. 11 വയസ്സുകാരൻ നാണം മൂലം ആരോടും അത് പറഞ്ഞില്ല. വേദന കൂടിക്കൂടി വന്നു. അങ്ങനെ സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയെത്തിയപ്പോൾ വീട്ടുകാരെ ഇക്കാര്യം അറിയിക്കാൻ മാത്തുക്കുട്ടി നിർബന്ധിതനായി. പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമുള്ള വീട്ടുകാർ പ്രാർത്ഥിക്കാനായി ചിലരെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ സ്ഥിതി അറിഞ്ഞ് ART അതിശയം എന്ന പാസ്റ്റർ കന്നുതറയിലെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. അതിശയത്തെ മത്തായിച്ചൻ വീട്ടിൽ സ്വീകരിച്ചു. വിടുതലിനായി കാത്തിരിക്കുന്ന വീട്ടുകാരുടെ മുമ്പിലേക്ക് പാപം, മാനസാന്തരം, സ്നാനം, വേർപാട്, വിശുദ്ധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നീണ്ട ഉപദേശം തുടങ്ങി. കുട്ടിക്ക് സൗഖ്യം കിട്ടണം എന്നതിൽ കവിഞ്ഞ മാതാപിതാക്കൾക്ക് ഉപദേശത്തിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയില്ല. എന്നാൽ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, മാത്തുക്കുട്ടിയുടെ സഹോദരി അന്നമ്മ. പാപബോധത്താൽ അവളുടെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പാസ്റ്റർ അതിശയം രോഗശയ്യയിലായിരുന്ന മാത്തുക്കുട്ടിയുടെ തലയിൽ വെളിച്ചെണ്ണ പൂശി പ്രാർത്ഥിച്ചു. അത്ഭുതം! കന്നുനിറ കുടുംബം ആ മഹാത്ഭുതം കണ്ടു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ സഹോദര, എഴുന്നേൽക്കൂ, നടക്കൂ, അതിശയം കൽപ്പിച്ചു. മാത്തുക്കുട്ടി ഉടനെ ചാടി എഴുന്നേറ്റ് മുറി മുഴുവനും ഓടി നടന്നു. ഉപദേശിയെ മർദ്ദിക്കുവാൻ കല്ലും വടിയുമായി പുറത്തു കാത്തുനിന്നവർ ആശ്ചര്യപ്പെട്ടു പോയി. ഇതായിരുന്നു പാസ്റ്റർ ART അതിശയം. 1926 ഫെബ്രുവരിയിൽ ആറാട്ടുപുഴ വെച്ച് നടന്ന KV സൈമൺ ഉൾപ്പെട്ടു നിന്ന മലങ്കര വിയോജിതരുടെ ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനിലേക്ക് തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശിയായ ART അതിശയം എന്ന സുവിശേഷകനെ KV സൈമൺ വിളിച്ചു വരുത്തി. ആ യോഗത്തിൽ പ്രസംഗിച്ച അതിശയം ദൈവിക രോഗശാന്തിയെക്കുറിച്ചും അവിടെ പ്രസംഗിച്ചു. അത് KV സൈമണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ ആ ഉപദേശത്തെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തു. മലങ്കര വിയോജിതരുടെ മീറ്റിംഗിൽ ദൈവിക രോഗശാന്തി, പരിശുദ്ധാത്മ സ്നാനം എന്നീ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിൽ നിന്ന് അതിശയത്തെ KV സൈമൺ വിലക്കി. നിരാശയിലായ അതിശയം KV സൈമണിൻ്റെ നിലപാടുകളോട് യോജിക്കാത്ത സ്വതന്ത്ര വിയോജിത സംഘങ്ങളുമായി അടുക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവരുടെ ക്ലാസ്സുകളിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആരംഭിച്ചു. സ്വജീവിതത്തിൽ അനുഭവമില്ലാത്ത ഒരു കാര്യം പ്രസംഗിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലായിരുന്നു ആ കൂട്ടായ്മയിലെ പ്രധാന നേതാക്കൾ. അതോടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന അഭിവാഞ്ച അതിശയത്തിനുണ്ടായി. അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുപോയി. തൻ്റെ ഭവനത്തിലെത്തിയ അതിശയത്തെ പിതാവ് അരുമനായകം സ്വീകരിച്ചു. അധ്യാപക ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷവേല ചെയ്യുക എന്ന തൻ്റെ നിലപാട് മകനെ ഒന്നുകൂടി പിതാവ് ഓർമ്മിപ്പിച്ചു. എന്നാൽ അതിശയത്തിനുണ്ടായിരുന്ന താൽപ്പര്യം പരിപൂർണ സുവിശേഷ പ്രവർത്തനമായിരുന്നു. അതിലൂടെ ആത്മാക്കളുടെ വിടുതലുമായിരുന്നു. വിവാഹം കഴിക്കണമെന്ന വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ ആത്മാഭിഷേകം പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അതിശയം തിരിഞ്ഞു. ദിവസങ്ങൾ വീടിൻ്റെ മട്ടുപ്പാവിൽ ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു. അന്യഭാഷാ ഭാഷണവും വലിയ ശബ്ദങ്ങളും കേട്ട് കുടുംബാംഗങ്ങളും അയൽവാസികളും ഒരു ദിവസം ഓടിയെത്തി. തനിക്കുണ്ടായ പുതിയ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ ART അതിശയം ആത്മാഭിഷേകം പ്രാപിച്ച വാർത്ത നാടാകെ പരന്നു. പ്രാർത്ഥനയ്ക്കായി ആളുകൾ അവിടെ ഒത്തുകൂടാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വിഷയം മലങ്കരയിലെ സ്വതന്ത്ര വിയോജിത നേതാക്കളെ എഴുത്തിലൂടെ അറിയിച്ചു. ART അതിശയം ആത്മസ്നാനം പ്രാപിച്ചതറിഞ്ഞ് അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിക്കാനായി പൊടിമല മത്തായിച്ചനും മണിയാറ്റ് തോമാച്ചനും ടെലഗ്രാം ചെയ്തു. അങ്ങനെ 1929 അതിശയം പൂവത്തൂരിൽ മടങ്ങിയെത്തി. അദ്ദേഹം നേടിയെടുത്ത ആ പുതുപുത്തൻ അനുഭവം അറിയാനായി പൂവത്തൂരുകാർ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം യോഗം ക്രമീകരിക്കുവാൻ പൂവത്തൂരുകാർ തീരുമാനിച്ചു. എന്നാൽ മീറ്റിംഗ് എത്ര ദിവസം വേണമെന്ന് തീരുമാനിച്ചിരുന്നില്ല. പരിധി നിശ്ചയിക്കാത്ത യോഗ ക്രമീകരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പാസ്റ്റർ PM ഫിലിപ്പ് ഓർക്കുന്നു. ഉള്ളൂരിലുള്ള ദൈവസഭാ ഹാളിൻ്റെ എതിർവശത്ത് വേലപ്പറമ്പിൽ കുഞ്ഞോമാച്ചൻ്റെ വീടിന് മുമ്പിൽ ഒരു പന്തൽ കെട്ടുകയും പാസ്റ്റർ അതിശയം എത്തിച്ചേർന്ന അന്ന് മുതൽ യോഗം ആരംഭിക്കുകയും ചെയ്തു. യോഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവാത്മ പ്രവർത്തനം ശക്തിയോടെ ഉണ്ടായി. പൂവത്തൂരിൽ നിന്നും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും അറിഞ്ഞും കേട്ടും ആ യോഗങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു. അനേകർ അനുതാപത്തോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കാഴ്ച ഹൃദയവർജകമായിരുന്നു. പൊടിമല മത്തായിച്ചൻ അഭിഷേകം പ്രാപിക്കുന്നതും ഈ യോഗത്തിൽ വെച്ചായിരുന്നു. പാസ്റ്റർ അതിശയം അന്യഭാഷയിൽ ദീർഘസമയം സംസാരിക്കുകയും അദ്ദേഹം തന്നെ അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയം അദ്ദേഹത്തിൻ്റെ മുഖം ദൈവ തേജസ്സിനാൽ പ്രകാശിക്കുമായിരുന്നു. പാസ്റ്റർ PM ഫിലിപ്പ് രക്ഷിക്കപ്പെടുന്നതും പൂവത്തൂർ ഉണർവിൽ വെച്ചായിരുന്നു.
കഴിഞ്ഞകാല തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം ഏറ്റെടുത്ത് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ചാലേ അഭിഷേകം പ്രാപിക്കൂ എന്ന് പാസ്റ്റർ ART അതിശയം ഈ മീറ്റിങ്ങുകൾക്കിടയിൽ കൂടെ ഓർമ്മിപ്പിക്കുമായിരുന്നു. ചിലർ ചെയ്ത പാപങ്ങൾ ഉറക്കെ വിളിച്ചു പറയാനും അവരോട് ക്ഷമ ചോദിക്കുവാനുമായി തുടങ്ങി. പൂവത്തൂർ സ്വതന്ത്ര വിയോജിത സഭയിലെ ഭൂരിഭാഗം വിശ്വാസികളും ആത്മസ്നാനം പ്രാപിച്ചിട്ടും തോട്ടത്തിൽ കൊച്ചോയിച്ചൻ എന്നയാൾ ആത്മസ്നാനം പ്രാപിക്കുകയുണ്ടായില്ല. അപ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞ് 28 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. വളരെ ദാഹത്തോടും ഹൃദയനുറുക്കത്തോടും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് ഓടി വന്നത് ഒരു കന്നിൻകിടാവായിരുന്നു. അതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പ്രഭാതത്തിൽ കൊച്ചോയിച്ചൻ തൻ്റെ വീടിന് സമീപമുള്ള വയലിലെ നെല്ല് നോക്കുന്നതിന് ഇറങ്ങിച്ചെന്ന സമയം ഒരു നായർ മാന്യൻ്റെ കന്നിൻകിടാവ് നെല്ല് തിന്നുന്നതായി കണ്ടു. അതിനെ ഓടിച്ചു കളവാൻ ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ അതിൻ്റെ മർമ്മസ്ഥാനത്തെവിടെയോ ആ കല്ല് കൊണ്ടു. തൽക്ഷണം ആ കന്ന് അവിടെ ചത്തുവീണു. വെളുപ്പാൻ കാലമായിരുന്നതുകൊണ്ട് മറ്റാരും അത് കണ്ടില്ല. അദ്ദേഹം അതിനെ കണ്ടത്തിൽ തന്നെ മറവ് ചെയ്തിട്ട് മടങ്ങിപ്പോയി. മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന ചിന്തയിൽ അക്കാര്യം ആരെയും അറിയിക്കാതെ 20 വർഷങ്ങൾ കഴിഞ്ഞു. പരിശുദ്ധാത്മ സ്നാനത്തിന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ കന്നിൻകുട്ടിയാണ് ദൃഷ്ടിപഥത്തിൽപ്പെട്ടത്. തദവസരത്തിൽ പ്രിയ കൊച്ചോയിച്ചൻ ഈ വൃത്താന്തം വിവരിച്ച് തൻ്റെ പരിശുദ്ധാത്മ സ്നാനത്തിന് തടസ്സമായി അക്കാര്യം ദർശനത്തിൽ വെളിപ്പെട്ട കാര്യം യോഗത്തിൽ പ്രസ്താവിച്ചു. ആ യോഗത്തിലെ തീരുമാനപ്രകാരം അദ്ദേഹം 2 സഹോദരന്മാരുമായി യോഗസ്ഥലത്തു നിന്നും ഏകദേശം 1 മൈൽ ദൂരമുള്ള ആ നായർ മാന്യൻ്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ ചെന്ന് കന്നിൻകുട്ടിയുടെ വിലയായി 20 രൂപയും കൊടുത്തു. നായർ മാന്യൻ തൻ്റെ വസതിയിൽ അവരെ സ്വീകരിച്ചിരുത്തി ആ കാശ് വാങ്ങാതെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചോയിച്ചനെ ആലിംഗനം ചെയ്ത് തിരിച്ചയച്ചു. തൽക്ഷണം പരിശുദ്ധാത്മശക്തി കൊച്ചോയിച്ചൻ്റെ മേൽ പകരപ്പെട്ടു. അവിടെ നിന്നും ആത്മലഹരിയിൽ നിറഞ്ഞ സ്തുതിസ്തോത്രങ്ങൾ ഹല്ലേലൂയ ഘോഷണത്തോടും കൂടെ യോഗസ്ഥലത്തേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി. ഉണർവ് എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദമാണ് റിവൈവൽ. റിവൈവ് എന്ന മൂലത്തിൽ നിന്നും ഉണ്ടായ ഒരു രൂപമാണ് റിവൈവൽ. കൂടുതൽ ശക്തിയോടെ ജീവിക്കുക എന്നും റിവൈവൽ എന്നതിന് ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള പുതു തീഷ്ണത എന്നും അർത്ഥം കൽപ്പിക്കാം. ഈ ഉണർവിനോടനുബന്ധിച്ചാണ് IK കുര്യൻ വാഴ്ത്തിടും ഞാൻ എൻ്റെ രക്ഷകനെ എന്നും എന്ന ഗാനം രചിച്ചത്. 1930 ഓഗസ്റ്റിലാണ് ഈ ഗാനം രചിച്ചത്. പൂവത്തൂരും പരിസര പ്രദേശങ്ങളിലുമായി ഉണർവിൻ്റെ ഭാഗമായി 7 സഭകൾ ഉണ്ടായി. പാസ്റ്റർ ART അതിശയം എന്തുകൊണ്ടാണ് പൂവത്തൂർ തന്നെ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് ഇതാണ് മറുപടി. അദ്ദേഹം പൂവത്തൂർ വരുവാനുണ്ടായിരുന്ന കാരണം വിയോജിത സംഘടനകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പൂവത്തൂരുണ്ടായിരുന്നു എന്നതാണ്. മാത്രമല്ല മാരാമൺ കൺവെൻഷൻ തുടങ്ങി വലിയ ആത്മീയ സമ്മേളനങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നതുകൊണ്ട് പൂവത്തൂരെ മിക്ക ക്രൈസ്തവരും അല്പം ആത്മീയ വെളിച്ചം ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പൂവത്തൂർ മേഖലയെ തിരഞ്ഞെടുത്തത്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.